ഹായ്, സിബിനും ചിഞ്ചുവും തമ്മിലുള്ള വഴക്ക് തീർന്നു എന്നാണ് അറിയുന്നത്. ദ ഫോർത്ത് ജംഗ്ഷൻ എന്ന കണ്ണൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയുമോ ഇല്ലെന്ന് അറിയില്ല. ആള് അത് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. വളരെ കാര്യം മൂപ്പനും നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല സുഹൃത്തുക്കൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇതുപോലൊരു ശ്രമം നടത്തിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മുടെ ചാനലിലും പോയി നമ്മൾ എയറിലും കയറിയത്. ഏതായാലും ഈ രീതിയിൽ രണ്ട് പേർ തമ്മിലുള്ള വഴക്കിനെ മിസ്യൂസ് ചെയ്ത് മറ്റുള്ള ശത്രുക്കളെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഒതുക്കാൻ നടക്കുന്ന ഒരു കൂട്ടരുടെ കയ്യിൽ നിന്ന് സിബിനെ സേവ് ചെയ്തതിൽ കണ്ണന് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സത്യം കണ്ണ, സീരിയസ്ലി സൂപ്പറായിട്ട് നീ അത് ചെയ്തു. താങ്ക് യു സോ മച്ച്. ആൻഡ് സിബിൻ, വെൽ ഡൺ, നന്നായിട്ടുണ്ട്. നമ്മളുടെ കുഞ്ഞാണ്, നമ്മളുടേതാണ്. തീർച്ചയായിട്ടും അവൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷം. ചിഞ്ചു കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായി. നമ്മൾ പരസ്പരം കേൾക്കാൻ തയ്യാറായാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പരസ്പരമുള്ള പ്രശ്നം കൊണ്ട് സെപ്പറേറ്റഡ് ആയി. ഒരുപക്ഷെ അന്ന് ഇതുപോലെ ചേർന്നിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഈ ജീവിതം നഷ്ടപ്പെടത്തില്ലായിരുന്നു. ബട്ട് ഇനിയിപ്പോൾ ഹാപ്പൻ ഈസ് ഹാപ്പൻ, സാരമില്ല. രണ്ടുപേരും വേറെ വേറെ പാർട്ട്നേഴ്സിനെ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും പറയാനില്ല. എനിവേ, കുഞ്ഞ് രണ്ടുപേരുടെ ഉത്തരവാദിത്വമാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് കുഞ്ഞിനൊരു തീരുമാനമെടുത്തത് വളരെ സന്തോഷം. ചിഞ്ചുവിൻ്റെ കുറേയധികം ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. സിബിനൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. സിബിനാണ് ഡിവോഴ്സ് കൊടുത്തിരുന്നത്. അത് മാറ്റി ഈ മ്യൂച്വലായിട്ടുള്ള ഒരു ഡിവോഴ്സ് ചെയ്യാമെന്ന് എഗ്രിമെൻ്റായി. കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിബിൻ ഏറ്റെടുക്കുന്നു. കുട്ടിയെ നോക്കുന്നത് അമ്മ, അച്ഛൻ അതിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യും. ഇനി അമ്മയ്ക്കും മീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ സിബിൻ കൊടുക്കാനുള്ളത് സിബിൻ കൊടുക്കും. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. ഞാനും ഇത് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. കുഞ്ഞിന് കൊടുക്കാനുള്ളത് കൊടുക്കുക, അത് കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കുക. അല്ലാതെ ചിഞ്ചു മറ്റുള്ള ചാനലുകളിലൊക്കെ പോയിരുന്നിട്ട് സിബിനെ പറ്റി മോശം പറഞ്ഞതുകൊണ്ട് കുഞ്ഞിന് ചിലവിന് കിട്ടത്തില്ല. നമ്മൾ മറ്റുള്ളവരെ ഇകഴ്ത്തി പറഞ്ഞിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഭാവപൂർണമായ ഇത് കിട്ടണമെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണ്. നമ്മൾ ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചവരാണ്. ഭർത്താവാണ്, എൻ്റെ മകൻ്റെ അച്ഛനാണ്. ആ ബോധം ചിഞ്ചുവിന് ഉണ്ടാകണമായിരുന്നു. അത് ഇപ്പോഴെങ്കിലും വൈകിയ വേളയിലെങ്കിലും ചിഞ്ചു മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം. ഇത്രയേ ഉള്ളൂ കുട്ടി, ഇതാണ് ജീവിതം. എന്തായാലും നല്ലതിനായിട്ട് മുന്നോട്ട് പോകട്ടെ. അവർ രണ്ടുപേർക്കും, അവൾക്ക് ഒരു കടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേയ്മെൻറ്റ് അത് സിബിൻ ഫിനിഷ് ചെയ്ത് കൊടുക്കും. അതും വലിയൊരു ഗ്രേറ്റ് തിങ് ആണ്. ബാങ്ക് ലോണാണ്, അതായത് വസ്തുവിൻ്റെ എന്തോ, അതും ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുവല്ലോ. അങ്ങനെ അവർ മ്യൂച്വലി ആ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. അവരതൊരു വലിയ ഇതാക്കാനായിട്ട് ഉദ്ദേശിക്കാത്തത് കൊണ്ട് ആ ലൈവ് അത് കീപ്പ് ചെയ്തിട്ടില്ല കണ്ണൻ. ബട്ട് ഞാൻ കണ്ടിരുന്നു, എന്നോട് ആ വിവരം കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ നമ്മൾ സിബിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഈ വിവരം പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. വളരെ സന്തോഷം, നല്ല കാര്യം, നല്ല തീരുമാനം, നന്നായിട്ടുണ്ട്. പിന്നെ എന്താ പറയണേ, ഇതുപോലെ കുറേ അധികം കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ കുറേ ഡ്രാമകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. കരച്ചില്, പിഴിച്ചില്, അപ്പനെ തെറി വിളിപ്പിക്കുക, അപ്പൻ്റെ പേര് പട്ടിക്കിടുക, ഇത്തരം കുൽസിതങ്ങളൊക്കെ ചെയ്തിട്ട് അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നാൽ നല്ല തല്ലും പിടയുമാണ് കൊടുക്കേണ്ടത്. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ രീതി. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സിബിൻ്റെ ലൈഫോ സിബിൻ്റെ വരുമാനമോ മുടക്കുന്നത് കൊണ്ട് ചിഞ്ചുവിന് എന്തെങ്കിലും ലാഭമുണ്ടോ? സിബിൻ്റെ പേര് ചിഞ്ചുവിൻ്റെ വീട്ടിലെ പട്ടി കിട്ടതുകൊണ്ട് സിബിനെ തോൽപ്പിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ പോലും സിബിനോട് വൈരാഗ്യമേ ഉണ്ടാവുകയുള്ളൂ. സിബിനോട് ഒരു അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ചിഞ്ചു ചെയ്യേണ്ടത് ഇത് തന്നെയായിരുന്നു. വൈകിട്ടാണെങ്കിലും ആ കുട്ടി അത് ചെയ്തത് വളരെ നല്ല കാര്യം. നമ്മളെ ഉപയോഗിക്കാനായി കാത്തു നിൽക്കുന്നവരുടെ കയ്യിലേക്ക് നമ്മൾ പോയി നിന്ന് കൊടുക്കാതിരുന്നിടത്ത് തന്നെ ആ കുട്ടി ജെന്യൂനാണെന്ന് മനസ്സിലാകുന്നു. എന്ത് തന്നെയായാലും നല്ലൊരു എൻ്റെ ആൻഡ് ഇത് തന്നെയാണ് ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത്. ബട്ട് ആരും ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. കാരണം ഇവരെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യം. അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. എന്തായാലും ഡാഗിനിക്ക് നല്ല ചുട്ട മറുപടിയായിപ്പോയി സിബിൻ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ളൂ. അയാൾക്ക് ഭ്രാന്താണെന്നോ അയാൾക്ക് വിവരമില്ലെന്നോ അയാൾ ബോയ കേസാണെന്നോ ഒക്കെ പറയുന്നിടത്ത് ജെന്യുവിനായ ഒരു പേഴ്സൺ ആണെന്ന് സിബിൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. വളരെ വലിയ ഒരു കാര്യമാണ് സിബിൻ ഇപ്പം ചെയ്തിട്ടുള്ളത്. നന്നായിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ടാണ് പലരും നമ്മളെ അടച്ചാക്ഷേപിക്കുന്നത്, ഇരുത്തുന്നതും. അത് ചെയ്യരുത്. തീർച്ചയായിട്ടും ഇത്തരം പേഴ്സണൽ ഇഷ്യൂസ് പബ്ലിക്കിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ കുറച്ച് കാലമെങ്കിലും പാർട്ട്നേഴ്സ് ആയിട്ടിരുന്നതാണല്ലോ. ഏറ്റവും മോസ്റ്റ് പ്രിഷ്യസായി നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ബന്ധമാണ് ഈ വിവാഹ ജീവിതവും വിവാഹ ബന്ധവും. ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയും മെറിറ്റും ഡീമെറിറ്റും പറയാം. മെറിറ്റ്, രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്ന വ്യക്തികൾ ഒന്നിച്ചു ചേരുകയാണ്. അതാണ്
ഏറ്റവും വലിയൊരു കാര്യം. ഈ രണ്ട് വ്യത്യസ്ത സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് തോട്ട്, എല്ലാം ഡിഫറെൻ്റ് ആണ്. അതിൽ നിന്നാണ് ഇവർ ഒന്നിച്ചു വരുന്നത്. ആൻഡ് ദെൻ ഒരു ബന്ധത്തിനും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ബന്ധത്തിനും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബന്ധവും. അതായത് അമ്മയാവാം, സഹോദരിയാവാം, പെങ്ങളാകാം, മകളാകാം, എല്ലാ റോളും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിവാഹബന്ധം. തിരിച്ചും അച്ഛൻ, ഭർത്താവ്, സഹോദരൻ, മകൻ ഒക്കെ ആകാം, എല്ലാ റോളും ആക്ട് ചെയ്യാൻ പറ്റും. ഈ ബന്ധം വേറെ എവിടെയും ആർക്കും ചെയ്തു കൊടുക്കാനും പറ്റത്തില്ല. ആർക്കും ആരുടെയും സഹോദരനോ ഫ്രണ്ടോ ഒക്കെ ആകാൻ പറ്റും, പക്ഷെ ഭർത്താവിന് മാത്രമേ ആ ഒരു പാർട്ട്ണർ ആകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊരു ഗ്രേറ്റ് റിലേഷനാണ്. അതിൽ ത്രൂ ആണ് നമുക്ക് പല ഓണർഷിപ്പും കിട്ടുന്നത്. അത് കൃത്യമായി കൊണ്ടുപോകണം. അത് പറ്റാത്തടത്ത് നമ്മുടെ ഉള്ളിലുള്ള ചെറിയ പിരിമുറുക്കങ്ങളാണ് നമ്മളെ തിരിക്കുന്നത്. വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. ബെസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അഫ്കോഴ്സ് അതാണ്. ഒരു കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം, പരസ്പരം ശത്രുതയുള്ള 2 പേർ ഒന്നിച്ച് നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ ഉപദ്രവിക്കാതിരിക്കുക. മാറി നിന്നുകൊണ്ട് ആ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുക. നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് നിന്നാൽ രണ്ടും കൂടെ മുട്ടനടിയിലകളെ വാളും വാക്കത്തി എടുക്കും. അതേസമയം മാറി നിന്നിട്ട് ആ കുട്ടിക്ക് ചെയ്യേണ്ട കാര്യം ബോത്ത് ഓഫ് ദം നന്നായി ചെയ്യുക. നിങ്ങൾക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ടാകാം, പക്ഷെ നിങ്ങളാണ് ആ കുട്ടിയുടെ എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും പാർട്ട്നേഴ്സിനെ കിട്ടും. ആ കുഞ്ഞിന് അച്ഛനോ അമ്മയോ വേറെ കിട്ടിയ കാര്യമില്ല, റീപ്ലേസ്മെൻ്റ് ആണത്. ഒരു കാരണവശാലും അത് ആ ഒരു പൊസിഷൻ വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കുഞ്ഞിന് വേണ്ടി ഈ ഒരു കാര്യത്തിൽ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ സന്തോഷമായി ഇരുന്നതിൻ്റെ തെളിവാണല്ലോ ആ മകൻ. അപ്പോൾ ഏതായാലും നല്ല കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടക്കട്ടെ. നമ്മൾ ഇതുപോലെ ഒരെണ്ണത്തിൽ പോയി പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ശിവനെ, ഒന്നും പറയാനില്ല. ബോധമുള്ളവരിടത്തല്ലേ പറയാൻ പറ്റൂ. വേറൊരു കാര്യമുണ്ട്, അതിനകത്ത് നടന്ന മറ്റൊരു കാര്യമുണ്ട്. 2 കുടുംബങ്ങൾ തമ്മിൽ തെറ്റി നിൽക്കുകയാണ്. അവരെ യുണൈറ്റഡ് ആക്കാൻ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അയാളോടുള്ള ശത്രുത കൊണ്ട് ആ ബന്ധം അങ്ങനെ തന്നെ തൊലഞ്ഞു പോകട്ടെ, അതിനകത്ത് കോംപ്രമൈസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല റോക്കറ്റുകളും അതിനകത്ത് ഇടപെട്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഇതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ സീക്രട്ട് അണ്ണനുമായിട്ടുള്ള എൻ്റെ ഇഷ്യൂ എന്ന്. സീക്രട്ട് അണ്ണൻ ഇതുപോലെ കുത്തിത്തിരിപ്പിൻ്റെ ആശാനാണ്. ഇതിന് വലിയ ഹൈലൈറ്റോ വലിയ ഇതോ ഒന്നും കൊടുക്കാതെ ഈ പ്രശ്നം അവിടെ സോൾവ് ചെയ്തു. റോക്കറ്റ് അണ്ണൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തല്ലിപ്പിരിഞ്ഞ് രണ്ട് പാത്രമാകും. ആ പെങ്കൊച്ചിനെ കൊണ്ടൊരു 100 വീഡിയോ അയാൾക്ക് ചെയ്യിക്കാൻ പറ്റും. അതേപോലെ അവനെ കൊണ്ട് തന്നെ അവളുടെ ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റും, അതായത് സിബിനെ നശിപ്പിക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, റെഗുലറായിട്ട് ഇവിടെ നടക്കുന്നത്. നമ്മൾ മാറിയുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ഈ ബന്ധവും സംസാരവും ഒക്കെ വന്നപ്പോഴൊക്കെ ഞാൻ ഭയങ്കര സ്കൂട്ടായി നിന്നത്. എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതേ ഉള്ളൂ, 2 പേര് തമ്മിൽ വഴക്കിടുന്നതൊക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എത്തിക്കുക, ആ കുട്ടിയുടെ പഠിത്തം, ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരാളോടും നമ്മൾ ജെന്യൂനായി ഡിമാൻഡ് ചെയ്താൽ നടക്കും. പക്ഷേ ആ ഹംബിൾനെസ് ഇല്ലാതെ അവനെ തന്തയ്ക്ക് വിളിക്കാനും തള്ളയ്ക്ക് വിളിക്കാനും അവനെ തെറി വിളിക്കാനും അവൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണറെ തെറി വിളിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം കിട്ടില്ല. പിരികേറ്റാൻ പാടില്ല. തിരിച്ചു അത് തന്നെ, ആ പെണ്ണിനെ തെറി വിളിക്കാനും ആ പെണ്ണിൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണറെ തെറി വിളിക്കാനും അവനെ അടിക്കാനും ഒക്കെ പോകുന്നത് ശരിയായ നടപടിയേ അല്ല. പേഴ്സണൽ ഇഷ്യൂ ആണ്, വളരെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇതിനകത്ത് ബാധിക്കപ്പെടുന്നത് കുഞ്ഞാണ്. കാരണം ഇന്ന് ഈ നടക്കുന്ന സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടക്കും, ഡിലീറ്റ് ആകില്ല. ഈ സാധനം വളർന്നു വരുന്ന കുഞ്ഞിത് കാണും. അപ്പോൾ ഈ ഒരു ഇഷ്യൂ അതിനെ ഒരുപാടിടങ്ങൾ സൈബർ ബുള്ളിങ് നടത്തും, പൊതു ഇടങ്ങളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തും. നമുക്കറിയില്ലല്ലോ കുട്ടികൾ എന്താണ് നേരിടുന്നതെന്ന്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂവിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞിനൊരു വിഷമം വരാതിരിക്കാൻ നമ്മൾ ഈ ഒരു വിഷയത്തിൽ സമാധാന ചർച്ചകളാണ് ഏറ്റവും നല്ലത്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ്, അമ്മാവന്മാരോ വല്യമ്മമാരോ വല്യപ്പന്മാരോ ഒക്കെ വന്നിരുന്ന് അതിന് സമാധാനം ഉണ്ടാക്കി കൊടുക്കും. അതോടെ ആ പ്രശ്നം അവിടെ തീരുകയാണ്. 2 വ്യക്തികൾക്ക് ചേർന്ന് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ പിരിയുന്നതല്ലേ ബെസ്റ്റ്. സോ അത് നടന്നിട്ടുണ്ട്, സക്സസ് ആണ് ആ ഒരു സംഗതി. കണ്ണൻ്റെ ചാനൽ അതുണ്ടായിരുന്നു, അവനത് സേവ് ചെയ്തില്ല, അത് നല്ല കാര്യമാണ്. അതിനി ഒരാൾക്കൊരു കണ്ടന്റ് ആക്കാനോ എടുത്തുകൊണ്ട് പോകാനോ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവർക്ക് നമ്മുടെ ഒരു ഇൻറ്റൻഷനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഇനി അതെടുത്ത് വെച്ച് തൊലിക്കുന്നവർക്ക് ഒരു ഇൻഫോർമേഷൻ തരുന്നു എന്നതിനപ്പുറം ഇതുകൊണ്ട് മറ്റർത്ഥമൊന്നുമില്ല. ഒരാൾ എന്നോട് വന്ന് ചോദിച്ചിരുന്നു, സോഷ്യൽ മീഡിയയിലാണോ ഇഷ്യൂ തീർക്കേണ്ടതെന്ന്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഡൈവോഴ്സ് തീർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ആയിപ്പോയി. ആ കുട്ടിയുടെ ഒരു അബദ്ധധാരണ കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ ഒരു എടുത്തുചാട്ടം കൊണ്ടോ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു പോയി. അത് ഒരു ഭ്രാന്തൻ്റെ കയ്യിലേക്ക് പോയി പെട്ടു. അവൻ അത് എടുത്തു വെച്ച് അവൻ്റെ ചാനൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇത്. ഒരു കുടുംബ ബന്ധം
ശിഥിലമായി നിൽക്കുമ്പോൾ അതിനെ കോംപ്രമൈസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്, അല്ല നമുക്കതിൽ കണ്ടന്റ് കിട്ടുമോ എന്നല്ല നോക്കേണ്ടത്. അവിടെ ഒരു ചെറിയ പാകപ്പിഴവ് ഉണ്ടായിരുന്നു, അതിപ്പോൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്, ക്ലിയറായി, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. എനിക്കറിയാം പല ഡാഗിനികളും നമ്മളുടെ ചാനലിൽ കാണും. അപ്പോൾ ഡാഗിനി മുത്തിയമ്മ ഇനി ഇതെടുത്ത് വെച്ചിട്ടുണ്ടാക്കാൻ നിൽക്കേണ്ട, അയാളുടെ ലൈഫ് ആ ഒരു സാധനം അയാൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിന് ഗ്രേറ്റ് പേഴ്സൺ ആയതുകൊണ്ടാണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കോടതിയുടെ തെളിവോ കോടതിയുടെ അന്വേഷണമോ കോടതിയുടെ ഓർഡറോ ഒന്നും വേണ്ടാതെ തൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ടത് താനാണെന്നുള്ള ബോധ്യമുള്ള അയാൾ അതിന് തയ്യാറായിട്ടുണ്ട്. സോ ദാറ്റ്സ് എ പോയിന്റ്, ദാറ്റ്സ് എ ബോട്ടം ലൈൻ. ഇത് നിങ്ങൾ ഇടപെട്ട വേറൊരു വിഷയത്തിലുണ്ടോ എന്ന് പലരും ചോദിച്ചു വരാം, അതുകൊണ്ട് അതിനൊരു മറുപടിയും കൂടെ തരാം. അതിന് തയ്യാറായി നിൽക്കുന്ന വ്യക്തിക്ക് കൊടുത്താലല്ലേ പറ്റുള്ളൂ. അതിന് തയ്യാറായി നിൽക്കുകയാണല്ലോ, നോക്കാമെന്ന് തന്നെയല്ലേ പറയണത്. പക്ഷെ പറ്റത്തില്ല, നമുക്ക് ചാനലിൻ്റെ വളർച്ചയാണല്ലോ, ചാനലിൽ കൂടെ ഫേമസ് ആവുകയാണല്ലോ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവരെ നമുക്കൊന്നും സഹായിക്കാനാകത്തില്ല. എന്ത് തന്നെയായാലും ചെളിക്കുണ്ടിൽ പോയി വീഴരുത്, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇല്ല ഞാൻ അവിടെ പോയി ഇന്ന് എന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ കാലങ്ങളായി ശ്രമിച്ചിട്ട് തോൽക്കാത്ത അല്ലെങ്കിൽ തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു റോക്കറ്റിൻ്റെ കൂടെ പോയി നിന്നിട്ട് ഇപ്പോൾ തോൽപ്പിച്ച് കളയാമെന്ന് പറയുന്നവരോട് നമ്മൾ എന്ത് പറയാനാണ്? സോ അത് നമ്മളുടെ നിസ്സഹായതയാണ്. ആ നിസ്സഹായത ഞാൻ പറയുന്നു. ആ വിഷയവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്, ദയവ് ചെയ്തിട്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നവർക്കും മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കോംപ്രമൈസ് അല്ല ഉദ്ദേശം, നശിപ്പിക്കുക എന്ന ഉദ്ദേശമാണ്. ചിഞ്ചുവിന് അങ്ങനെയല്ല, ചിഞ്ചുവിന് കോംപ്രമൈസ് ആണ് ഉദ്ദേശം. അവളുടെ കുഞ്ഞിന് കിട്ടേണ്ട അവകാശം കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അവിടെ അവൾ ജനുവിനാണ്. ആ കുട്ടിക്ക് നല്ലത് വരട്ടെ, മുൻപോട്ടും നന്മ വരട്ടെ. തെണ്ടി ജീവിക്കുന്നതിലും നല്ലത് അധ്വാനിച്ച് ജീവിക്കുന്നതാണെന്ന് ചിഞ്ചുവിനെ പോലുള്ളവർ തെളിയിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരു ബന്ധത്തിലുണ്ടായ കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെ അടുത്ത് മാനം മര്യാദയ്ക്ക് പറയുകയാണെങ്കിൽ അവൻ കേൾക്കും, ചെയ്യും. അതിൻ്റെ തെളിവാണ് സിബിൻ. സോ ദാറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ എഴുതിയിടുക. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് കണ്ണനെ ഓർത്ത് ഭയങ്കര അഭിമാനമാണ്. നന്നായി ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് സിബിൻ, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. വാശി മറന്ന് ഈഗോ കളഞ്ഞ് നിങ്ങളെടുത്ത തീരുമാനം വളരെ അക്സെപ്റ്റബിൾ ആണ്. താങ്ക് യു സോ മച്ച്. നല്ല കാര്യം, നല്ല തീരുമാനം, നല്ലത് വരട്ടെ. താങ്ക് യു.